ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ രോഹിത് തന്റെ മൊബൈലിൽ നോക്കിക്കൊണ്ട് അടുത്ത ന്യൂസ് വായിക്കുന്നു. സർവ്വസമയവും മൊബൈലിൽ നോക്കിയിരുന്ന നവവധുവിനെ ഭർത്താവ് തലക്കടിച്ചു കൊന്നു. ആ വാർത്ത രോഹിത് വായിക്കുന്നത് കേട്ട് ശ്യാമ കലിയുടെ രോഹിത്തിനെ നോക്കുന്നു. രോഹിത് അടുത്ത വാർത്ത കൂടി വായിക്കുന്ന പോലെ നവവധുവിനെ എന്ന് പറഞ്ഞ് തുടങ്ങിയതും ഉടനെ തന്നെ ശ്യാമ തന്റെ കയ്യിലിരുന്ന ആ പില്ലോ രോഹിത്തിന് നേരെ വലിച്ചെറിയുന്നു. അത് കണ്ടതോടെ രോഹിത് മര്യാദയ്ക്കിരുന്നോ എന്നും ഇല്ലെങ്കിൽ താൻ വെറുതെ വിടില്ല എന്ന് കൈ ചൂണ്ടിക്കൊണ്ട് മര്യാദയ്ക്കിരിക്കണമെന്ന് ആംഗ്യം കാട്ടുന്നു. അത് കണ്ടതോടെ ശ്യാമ കലിയുടെ രോഹിത്തിനെ നോക്കി. രോഹിത് വീണ്ടും തന്റെ മൊബൈലിൽ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് വിഷ്ണു പുറത്തെത്തിയതിനു ശേഷം പുന്നൂസിനെയും ഭാര്യ അന്നമ്മയെയും കാണുന്നത്. രണ്ടുപേരും പറഞ്ഞതുപോലെ തന്നെ അവിടെ സുസ്മിതയുടെ വീട്ടിൽ ചെന്ന് കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുത്തതുപോലെ അവർ അഭിനയിച്ച് അവരെ കൃത്യമായും സരളയും സുസ്മിതയും അവരെ വിശ്വസിച്ചു എന്നുള്ള വാർത്ത അറിയിച്ചു. അത് കേട്ടതോടെ ഇരുവരെയും അഭിനന്ദിച്ചതുകൊണ്ട് വിഷ്ണു കൈയടിച്ചു. അത് കേട്ട ഉടനെ അന്നമ്മ പറഞ്ഞു, എന്റെ സാറേ, ഇങ്ങനെ ഒരു ദിവസം ഇതുപോലെ തട്ടേ കയറി അബദ്ധങ്ങൾ പറയാത്ത ഒരു ദിവസം വേറെ ഉണ്ടായിട്ടില്ല. എന്ന് നാടകത്തിന് പോയാലും അന്നെല്ലാം ഇങ്ങനെ അബദ്ധങ്ങളെ ഉണ്ടാക്കുകയുള്ളൂ. ഇന്നത്തെ ദിവസം അത് തന്നെയായിരുന്നു. ബാക്കിയുള്ളവനില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു എന്നൊക്കെ പറഞ്ഞതും ഉടനെ വിഷ്ണു പറഞ്ഞു, എന്തായാലും കൊള്ളാം, നിങ്ങളുടെ അഭിനയം സൂപ്പറായല്ലോ, അതുകൊണ്ട് ഇതാണ് നിങ്ങളുടെ ശമ്പളം എന്ന് പറഞ്ഞതും എന്തായാലും ഒത്തിരി നന്ദിയുണ്ട് എന്ന് വിഷ്ണു അറിയിച്ചു. പുന്നൂസ് ചോദിച്ചു, അല്ല എന്നാ ഇപ്പോ ശമ്പളത്തിന് പകരം ഈ നന്ദി മാത്രമേ ഉള്ളോ എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, ഓ അതല്ലടോ, തനിക്ക് പറഞ്ഞു ഉറപ്പിച്ചതിനേക്കാൾ 5000 രൂപ കൂടുതലുണ്ട് എന്ന് പറഞ്ഞ് 20,000 രൂപ എന്ന് പറഞ്ഞ് നേരെ പുന്നൂസിന്റെ കയ്യിലേക്ക് പണം കൊടുത്തു. അത് കണ്ടതോടെ അന്നമ്മ പറഞ്ഞു, എന്റെ സാറേ, ഇങ്ങേരുടെ അഭിനയം ഒന്ന് കാണണമായിരുന്നു. ഇങ്ങനെ മൊത്തം കുളമാക്കുകയായിരുന്നു. ഡയലോഗ് പോലും ഇങ്ങനെ തെറ്റിച്ച് കളഞ്ഞു. ഞാനാണ് പിന്നെ അതെല്ലാം ഒന്ന് റെഡിയാക്കി കൊണ്ടുവന്നത്. എന്തിനേറെ പറയുന്നു, ക്യാരക്ടറുടെ പേര് പോലും അതിനകത്തെ നായകന്റെ പേര് പോലും മറന്നുപോയി. കഥാപാത്രത്തെ മറന്നുപോയ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ട് സാറേ എന്നൊക്കെ അന്നമ്മ പറഞ്ഞു. അതെല്ലാം കേട്ട് അങ്ങനെ വിഷ്ണു ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഉടനെ പുന്നൂസ് പറഞ്ഞു, ദേ, നീ വെറുതെ എന്നെ നാണം കെടുത്താൻ നോക്കുവൊന്നും വേണ്ട. ഞാനില്ലായിരുന്നെങ്കിൽ കാണായിരുന്നോ? നീ വെറുതെ അങ്ങനെ നിന്നല്ലേ ഉള്ളൂ. ഞാൻ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ എല്ലാം അവിടെ വെച്ച് കുളമാകുമായിരുന്നു എന്ന് പറഞ്ഞതും അന്നമ്മ പറഞ്ഞു, പിന്നെ നിങ്ങൾ കാരണം കുളവായിക്കുന്ന എത്ര നാടകങ്ങളുണ്ട്, എനിക്കതെല്ലാം അറിയത്തില്ലേ? സാറ് കേൾക്കണം സാറേ, ഞങ്ങൾ നാടകം അവതരിപ്പിക്കാനായി പോയ സമയത്തെ ഇങ്ങേര് കുരിശിലടിച്ച് കർത്താവായി കിടക്കുകയായിരുന്നു. കുരിശുമേ തറച്ച കർത്താവിന്റെ അന്നത്തെ കഥാപാത്രം അതായിരുന്നു. പക്ഷെ അങ്ങനെ കർത്താവ് കിടക്കുന്നതിനിടയിൽ ഇങ്ങേര് വെള്ളം അടിച്ച് പൂസായിട്ട് ഇദ്ദേഹം ആ സമയത്ത് അവിടെ കുഴഞ്ഞു വീണു. പിന്നീട് നടന്ന കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ. കമ്മിറ്റിക്കാരെ പിടിച്ചു നിർത്തി പിറ്റേ ദിവസം സീൻ വരെ കാണിച്ചിട്ടാണ് ഞങ്ങളെ വിട്ടത്. അതറിയാവോ എന്ന് ചോദിച്ചതും പുന്നൂസ് കൃത്യ സാറേ എന്ന് പറഞ്ഞു. അതെ, ഇവള് പറഞ്ഞതല്ല സാറേ, ഞാനേ ഈ രൂപ എണ്ണി നോക്കിയതാണ് എന്ന് പറഞ്ഞത്. സാധാരണ കമ്മിറ്റിക്കാരെ ഇങ്ങനെ രൂപ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ എണ്ണി നോക്കാറില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായി അവരുടെ കയ്യിൽ നിന്ന് പണി കിട്ടാറുമുണ്ട്. പലരും ഇതുപോലെ നോട്ടുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അതിനിടയിൽ കടലാസ് തിരികെയും തരും. ഞങ്ങൾ അവരോടുള്ള വിശ്വാസത്തില് അതെടുത്ത് പോക്കറ്റിൽ വിടും. അങ്ങനെ സംഭവിക്കാറ് എന്ന് പുന്നൂസ് പറഞ്ഞത് കേട്ട് ഉടനെ അന്നമ്മ പറഞ്ഞു, എന്റെ സാറേ, അങ്ങനെയൊന്നുമല്ല, വിശ്വാസം കൊണ്ടൊന്നും അല്ലേ. കാര്യം എന്താന്ന് വെച്ചാലേ, ഇങ്ങനെ തട്ടേ കയറി നാടകം കഴിഞ്ഞാൽ ഇങ്ങനെ മൂക്കറ്റം പൂസായിരിക്കും. പിന്നെ പണം കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് എണ്ണി നോക്കാനുള്ള ബോധം പോലും ഇങ്ങേർക്ക് ഉണ്ടാവില്ല. അതാണ് സത്യം എന്ന് പറഞ്ഞു. എന്തായാലും എന്റെ കാശിങ് തന്നെ എന്ന് പറഞ്ഞു അന്നമ്മ പുന്നൂസിനോട് കൈ നീട്ടിയതും, നിന്റെ കാശോ? എവിടുന്ന് നിനക്ക് കാശ് എന്ന് പുന്നൂസ് അന്നമ്മയോട് അന്വേഷിച്ചു. അപ്പോഴേക്കും അന്നമ്മ പറഞ്ഞു, പിന്നെ ഞാൻ അഭിനയിച്ചിട്ടല്ലേ ഇത്രയും കിട്ടിയത്, ഞാനില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു എന്ന് അന്നമ്മ പറഞ്ഞതും പുന്നൂസ് പറഞ്ഞു, ഓ ശരി ശരി, നിനക്ക് 10,000 3,000 തരാം എന്ന് പറഞ്ഞതും 3,000 എനിക്ക് കൃത്യം 10,000 തന്നെ കിട്ടണം എന്ന് അന്നമ്മ വീണ്ടും വാശി പിടിച്ചു. ഉടനെ തന്നെ പുന്നൂസ് പറഞ്ഞു, നിനക്കെന്തിനാ 10,000? അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ അന്നമ്മ വിഷ്ണുവിനോട് പറഞ്ഞു, കണ്ടില്ല സാറേ, സാർ നോക്കിക്കേ, ഇങ്ങേരൊക്കെ ഇതുപോലെ തന്നെയാണ്. നായികമാരാണ് ഓരോ നാടകത്തിന്റെയും ഗതി കൊണ്ടുപോകുന്നത്. നാടകം മുഴുനീളെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നായികമാരാണ്. എന്നിട്ട് അവസാനോ അവർക്കെന്നും ഇതുപോലെ തന്നെ എപ്പോഴും അവരെ തള്ളിക്കളയാനാണ് എല്ലാ സ്ഥലത്തും സംഭവിക്കാറുള്ളത്. അത് തന്നെ ഇതാ ഇവിടെയും വന്നിരിക്കുന്നത്. അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, സാറേയില്ല അന്നാമേ, നിങ്ങൾ രണ്ടുപേരും ഒരു കുടുംബത്തിൽ നിന്നുള്ള ആളായതുകൊണ്ടാണ്, നിങ്ങൾ ഭാര്യയും ഭർത്താവ് ആയതുകൊണ്ടാണ് ഞാൻ മുഴുവൻ പുന്നൂസിന്റെ കയ്യിലേക്ക് കൊടുത്തത് എന്ന് വിഷ്ണു പറഞ്ഞു. ഇനി വേണമെങ്കിൽ അന്നാമയ്ക്ക് ഞാൻ വേറെ തരാം എന്ന് പുന്നൂസിന്റെ കൊടുത്തത് അല്ലാതെ വേറെ തരാമെന്ന് അന്നാമ്മയോട് പറയുമ്പോൾ അന്നാമ്മ പറഞ്ഞു, വേണ്ട സാറേ, പറഞ്ഞുറപ്പിച്ച പണത്തേക്കാളേറെ സംഘാടകരിൽ നിന്ന് വാങ്ങിക്കുന്ന അത്തരത്തില് വൃത്തികെട്ട സ്വഭാവമൊന്നും ഈ അന്നാമ്മയ്ക്കില്ല സാറേ. സാരയില്ല,
എന്തായാലും മാനേജർമാർ ഇതുപോലെ പണം വിഴുങ്ങാൻ നോക്കിയാൽ അങ്ങ് വിഴുങ്ങട്ടെ സാറേ. അവരതൊരിക്കലും ഉതകാൻ പോകുന്നില്ല. അവർക്ക് അതൊരിക്കലും ഉപകാരപ്പെടുകയുമില്ല. അവരുടെ കുടുംബത്തിനും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. ഇത് കേട്ട ഉടനെ വിഷ്ണു ചോദിച്ചു, അല്ല അന്നാമ്മേ, ഇതിപ്പോ പുന്നൂസ് കൊണ്ടുവന്നാലും നിങ്ങൾ ഒരു കുടുംബത്തിലേക്ക് തന്നെയല്ലേ, അന്നമ്മയുടെ കുടുംബത്തിന് വേണ്ടി തന്നെയല്ലേ എന്ന് ചോദിച്ചതും അന്നാമ്മ പറഞ്ഞു, ഭാര്യയും ഭർത്താവും വേറെ വേറെയാണ്. കാരണം ഇവിടെ തട്ടിൽ കയറി കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവ് എന്നൊന്നുമില്ല. അവരവരുടെ കഥാപാത്രത്തിന് ഉതകുന്ന രീതിയിലുള്ള ശമ്പളം തിരിച്ചു കിട്ടുക തന്നെ വേണം. ഇങ്ങേരെ ഇത് മൊത്തം കൊണ്ടുപോയി തിന്നോട് സാറേ, എനിക്ക് വേണ്ട നിങ്ങളുടെ ഒന്നും എന്ന് പറഞ്ഞ് അന്നാമ്മ ദേഷ്യപ്പെട്ടുകൊണ്ട് പോകാൻ തുടങ്ങുന്നു. ഇത് കണ്ടതോടെ പുന്നൂസ് പറഞ്ഞു, എടി അന്നാമ്മേ, നീ അങ്ങനെ പോകാതെ, നിങ്ങൾ കൊണ്ടേ മുഴുവൻ തിന്ന് മനുഷ്യ, നിങ്ങളെ വല്ല സർപ്പവും കടിക്കും നോക്കിക്കോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് അന്നാമ്മ പോകുമ്പോ, അങ്ങനെയൊന്നും ഇല്ലടി അന്നാമ്മ എന്ന് പറഞ്ഞ് അങ്ങനെ പുന്നൂസ് അന്നാമ്മയുടെ പരിഭവം മാറ്റാനായി പിന്നാലെ ഓടുമ്പോ അന്നാമ്മ പറഞ്ഞു, നിങ്ങൾ കൊണ്ടുപോവാ മനുഷ്യ, അത് കൊണ്ടുപോയി വല്ല ചാറായക്കടയിലും കൊണ്ട് കൊടുക്ക് എന്ന് പറഞ്ഞത് കേട്ട് ഉടനെ പുന്നൂസ് പറഞ്ഞു, പട്ടച്ചാറായൊന്നും ഇല്ലടി അന്നാമ്മേ, ഇപ്പോഴേ ബാറുകള് എന്ന് പറഞ്ഞ് അങ്ങനെ പുന്നൂസ് പറയുമ്പോഴേക്കും വിഷ്ണു ചോദിച്ചു, അല്ല പുന്നൂസെ, ഇനി പ്രശ്നമാവോ വീട്ടിൽ ചെല്ലുമ്പോ? ഉടനെ പുന്നൂസ് പറഞ്ഞു, ഞാൻ രണ്ടടിച്ചിട്ട് എന്നാലും ഒന്നും അവളെ മെരുക്കാനുള്ള വഴി എനിക്കറിയാം. എനിക്ക് ഒരു മുഴം മുല്ലപ്പൂവിന്റെ ചെലവേ ഉള്ളൂ സാറേ എന്ന് പറഞ്ഞതും വിഷ്ണു ചോദിച്ചു, മുല്ലപ്പൂവോ? അതെന്താ പുന്നൂസെ, എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. ഒന്ന് പോ സാറേ, സാറിന് അറിയത്തില്ലെന്ന് ആരാ പറഞ്ഞത് എന്ന് പറഞ്ഞ് പുന്നൂസ് അവിടുന്ന് നാളത്തോടെ പോന്നു. ഇത് കണ്ടതോടെ വിഷ്ണു പറഞ്ഞു, അയ്യോ പുന്നൂസെ, എനിക്ക് അറിയത്തില്ല, കാര്യം എന്താടോ, ഈ മുല്ലപ്പൂവിന്റെ കാര്യം എന്താ, എനിക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞതും ഉടനെ വീണ്ടും വിഷ്ണുവിനോട് പുന്നൂസ്, സാറിന് അതൊക്കെ അറിയാം, ഒന്ന് പോ സാറേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നടന്നു നീങ്ങി. ഇത് കണ്ട ഉടനെ വിഷ്ണു ആലോചിച്ചു, അല്ല ഈ മുല്ലപ്പൂവിന്റെ രഹസ്യം എന്തായിരിക്കും എന്ന് ആലോചിച്ചുകൊണ്ട് വിഷ്ണു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് വിഷ്ണുവിന് താൻ ഒരു വട്ടം മുല്ലപ്പൂ ശാലിനിയോടൊപ്പം പോകുന്ന വഴിയിൽ അങ്ങനെ വിൽക്കാനായി വന്ന ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ആ ഒരു കൂട നിറച്ചുള്ള മുല്ലപ്പൂ വാങ്ങിച്ച കഥ വിഷ്ണു ഓർമ്മിച്ചത്. അന്ന് അവർ പറഞ്ഞത് വിഷ്ണു ആലോചിച്ചു. മോൾക്ക് സൽസന്താനങ്ങൾ ഉണ്ടാകുമെന്നും എന്നും മോളുടെ ജീവിതം സന്തോഷകരമായിരിക്കുമെന്നും നല്ല ഭർത്താവിനെ തന്നെ മോൾക്ക് കിട്ടിയത് എന്ന് പറഞ്ഞ് അന്ന് ആ അമ്മ അനുഗ്രഹിച്ചു പോയ കാര്യങ്ങളൊക്കെ വിഷ്ണു ഓർമ്മിച്ചു. അതിനുശേഷം വിഷ്ണുവിന്റെയും ശാലിനിയുടെയും ഫസ്റ്റ് നൈറ്റിന്റെ അന്നും വിഷ്ണു കയ്യിൽ മുല്ലപ്പൂവായിട്ട് ശാലിനിക്ക് അരികിലേക്ക് ചെന്നപ്പോഴുണ്ടായ മാറ്റത്തെക്കുറിച്ചും വിഷ്ണു ആലോചിച്ചു. അപ്പോഴേക്കും വിഷ്ണുവിന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് രോഹിത്തിന്റെയും ശ്യാമയുടെയും ഇടയിലുള്ള ഇപ്പോഴത്തെ ആ ബഹളത്തെക്കുറിച്ച് ആലോചന വന്നു. കുറച്ചു നേരത്തേക്ക് വിഷ്ണു അതിനെക്കുറിച്ച് ചിന്തിച്ചതിന് ശേഷം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ മുല്ലപ്പൂ കൊണ്ട് അവരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കിയാലോ? അവരുടെ ഇടയിലുള്ള പ്രശ്നത്തിന് മുല്ലപ്പൂ തന്നെ പരിഹാരം കാണുകയാണെങ്കിൽ അതല്ലേ നല്ലത് എന്ന് ആലോചിച്ച് വിഷ്ണു അങ്ങനെ ഇരുന്നു. അപ്പോഴും സുസ്മിതയുടെ വീട്ടിലെത്തിയിട്ട് അവിടുന്ന് ചിറക്കൽ രാമചന്ദ്രന്റെ ഭാര്യയും പോയതിനു ശേഷമുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് വിഷമത്തോടെ നിൽക്കുകയാണ് സരള. അവിടെ വന്ന് ചിറക്കൽ രാമചന്ദ്രനും ഭാര്യയും കൂടി നടത്തിയ കാര്യങ്ങളും സംസാരങ്ങളും എല്ലാം സുസ്മിതയുടെ വിവാഹത്തെ സംബന്ധിച്ച് നടക്കാൻ പോകുന്ന പ്രശ്നങ്ങളെ കുറിച്ചെല്ലാം ഓർത്ത് സരളയാകെ ആശങ്കയിൽ അങ്ങനെ നിൽക്കുമ്പോൾ സുസ്മിത അരികിലേക്ക് എത്തി. എന്താ അമ്മ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്? അമ്മ എന്താ ആലോചിക്കുക എന്ന് ചോദിച്ചതും, അല്ല ഒന്നുമില്ലടി മോളെ, ഞാൻ ആലോചിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് സരള അങ്ങനെ ദീർഘനിശ്വാസം വിട്ടതും സുസ്മിത ചോദിച്ചു, അമ്മ ഇങ്ങനെ ദീർഘനിശ്വാസം വിട്ടിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? അമ്മ കാരണം പറ എന്ന് പറഞ്ഞതും, അല്ല നീ അവര് പറഞ്ഞത് കേട്ടില്ലേ? അവർ പോയതിനു ശേഷം ഞാനൊന്ന് നോക്കി, അവർ പറഞ്ഞ ഈ KN പണിക്കർ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അത്ര നിസ്സാരക്കാരനൊന്നുമല്ല. ഞാനേ നെറ്റിൽ സെർച്ച് ചെയ്തതാണ്. അയാളെ ഇപ്പോ ഈ ലോകത്തിലെ ഏറ്റവും 10 ബിസിനസ്സുകാരിലെ പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാളാണ് ആ മനുഷ്യൻ. അത്രയും വലിയ ആളാണ്. അയാളുടെ മകളെന്ന് പറഞ്ഞാൽ എത്രയാണ്? വെറും ശതകോടീശ്വരനല്ല, സഹസ്രകോടീശ്വരനാണ് ആ മനുഷ്യൻ. അങ്ങനെ വരുമ്പോ നമ്മൾ അയാളുടെ അടുത്തെത്താൻ പോലും യോഗ്യതയില്ലാത്തവരാണ്. അതുകൊണ്ട് അത്രയും വലിയ ഒരു പണച്ചാക്കിന്റെ മകളെ വിവാഹം കഴിപ്പിക്കാനായാണ് ജഗദീപിന് വേണ്ടി ആലോചിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ജഗദീപിന്റെ അരികിലേക്ക് വിവാഹാലോചനയുമായി ചെന്നാലുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് മോൾ ഓർത്തോ? ഇനി നമ്മുടെ കയ്യിൽ ഈ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. നിനക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? ഇന്നൊരു ദിവസം അവനെ ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചതും സുസ്മിത പറഞ്ഞു, ഞാൻ നോക്കാം അമ്മേ. അപ്പോഴേക്കും സരള ചോദിച്ചു, നോക്കാമെന്നോ? പെണ്ണാണെന്ന് പറഞ്ഞ് നിൽക്കുന്നു. നിന്റെയൊക്കെ സ്ഥാനത്ത് ഈ ഞാനായിരുന്നെങ്കിലോ, നിന്റെയൊക്കെ പ്രായത്തിൽ ഈ ഞാനായിരുന്നെങ്കിൽ കാണാമായിരുന്നു എന്ന് പറഞ്ഞതും സുസ്മിത പറഞ്ഞു, എന്നാ ശരി, അമ്മ തന്നെ അങ്ങ് ചെന്ന് നിൽക്ക് എന്ന് പറഞ്ഞ് സുസ്മിത കരച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോ സരള പറഞ്ഞു, അങ്ങനെ അങ്ങ് പോകാതെ പൊന്നുമോളെ, നീ ഇവിടെ നിന്നേ. നിനക്ക് ഇന്നൊരു ദിവസം അവനെ ഇവിടെ നിർത്താൻ കഴിഞ്ഞാൽ പിന്നെ അവനെ നമുക്ക് മണിച്ചിത്ര താഴിട്ട് പൂട്ടാം. പിന്നെ ഏത് ആള് വന്നാലും, എത്ര വലിയ കോടീശ്വരന്റെ മകൾ വന്നാലും അവൻ നിന്റെ അരികിൽ നിന്ന് വിട്ടുപോകില്ല. ആ ഒരു പണി നമുക്കുണ്ടാക്കാം. എന്താ,
ഇന്നത്തെ ഒരു ദിവസത്തേക്ക് മോൾക്ക് അവനെ പിടിച്ചിരുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചതും സുസ്മിത ശരി അമ്മേ എന്ന് സമ്മതിച്ചു. അപ്പോഴേക്കും അവിടെ റൂമിൽ ഇരുന്നുകൊണ്ട് ജഗദീപ് ആലോചിച്ചു. അങ്ങനെ ഇന്നത്തെ ചിറക്കൽ രാമചന്ദ്രന്റെയും ഭാര്യയുടെയും പെർഫോമൻസ് കളക്കി. എന്തായാലും ഇനി ഒന്നുകൊണ്ടും ആശങ്കപ്പെടണ്ട എന്നാലോചിച്ച് ആ ബെഡിൽ അങ്ങനെ ഇരുന്നുകൊണ്ട് ജഗദീപ് വിഷ്ണു പറഞ്ഞ കാര്യം ഓർമ്മിച്ചു. കാനഡയിൽ നിന്ന് പൂത്ത പണം ഉണ്ടാക്കിയ ആളുടെ മകളാണ്. അത് മാത്രമല്ല അവളുടെ അമ്മയും ബിസിനസ് നടത്തി അതിനേക്കാളേറെ സമ്പാദിച്ചിട്ടുണ്ട്. അവരുടെ മകളെ നിനക്ക് നോക്കാൻ പറ്റുമോ? ഇതാണ് ആള് എന്ന് പറഞ്ഞ് വിഷ്ണു സുസ്മിതയുടെ ഫോട്ടോ കാണിച്ചതും കൂടെ ആശാനെ എന്ന് പറഞ്ഞ് അന്ന് ഷെയ്ഖ് ഹാൻഡ് കൊടുത്ത് ആ ഒരു ഡീല് ഉറപ്പിച്ച അക്കാര്യം ജഗദീപ് ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചുകൊണ്ട് ജഗദീപ് പറഞ്ഞു, അങ്ങനെ ആശാന് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചു എന്ന സന്തോഷത്തിൽ അങ്ങനെ ജഗദീപ് ആ ബെഡിൽ അങ്ങനെ ഇരുന്നു. അപ്പോഴാണ് രാത്രിയാകുമ്പോഴേക്കും വിഷ്ണു പുറത്തു നിന്ന് മടങ്ങിയെത്തിയത്. വിഷ്ണു വണ്ടിയിൽ വന്ന് ജീപ്പ് നിർത്തിയതും തന്റെ കയ്യിലിരുന്ന ആ പൊതിയിൽ നിന്ന് മുല്ലപ്പൂ കയ്യിലേക്ക് എടുത്തു. ഇന്ന് ശ്യാമയുടെയും രോഹിത്തിന്റെയും ജീവിതത്തിലെ പ്രശ്നത്തിന് അവസാനമാകും. ഇതാണ് അവരുടെ പ്രശ്നത്തിനുള്ള ശാശ്വത പരിഹാരം എന്ന് ആലോചിച്ച് വിഷ്ണു ആ മുല്ലപ്പൂവിന്റെ പൊതി അഴിച്ചിട്ട് അതിന്റെ ആ സുഗന്ധം നല്ല രീതിയിലൊന്ന് ആസ്വദിച്ചു. അതിനുശേഷം വിഷ്ണു താൻ കൊണ്ടുവന്ന ആ സ്പ്രേ കൂടി ആ മുല്ലപ്പൂവിലേക്ക് അടിക്കുന്നു. ഇത് കുറച്ചുകൂടി അങ്ങ് സുഗന്ധം പരത്തട്ടെ, എന്നാലേ ഉള്ളൂ ഇന്നത്തെ അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകൂ എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു ആ സ്പ്രേ അതിൽ നന്നായി അടിച്ചതിന് ശേഷം പതുക്കെ ആ മുല്ലപ്പൂ അതുപോലെ തന്നെ പൊതിഞ്ഞ് നേരെ ആ കവറിലേക്ക് എടുത്തു വെച്ചു. അപ്പോഴാണ് അയ്യോ ഇത് അമ്മയുടെ മരുന്നല്ലേ എന്നാലോചിച്ച് മറ്റൊരു കവറിൽ സത്യഭാമയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന ആ മരുന്നും എടുത്തുകൊണ്ട് വിഷ്ണു വേഗം വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ആ രണ്ട് പൊതിയും കയ്യിൽ പിടിച്ചുകൊണ്ട് വിഷ്ണു നേരെ അകത്തേക്ക് കയറി വരുമ്പോഴാണ് സത്യഭാമ ഓരോന്നും ആലോചിച്ച് അങ്ങനെ ബെഡിലിരിക്കുമ്പോഴേക്കും രാഘവൻ നായർ മൊബൈലിൽ ഓരോ വാർത്തകളൊക്കെ വായിച്ച് അതിലങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ സത്യഭാമ പെട്ടെന്ന് എഴുന്നേറ്റു. ഇത് കണ്ടതോടെ രാഘവൻ നായർ ചോദിച്ചു, അല്ല എന്താടോ ഭാമേ, എന്താ താനിങ്ങനെ ആലോചിക്കുന്നത്? അപ്പോഴേക്കും സത്യഭാമയുടെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നത് മാലതി പറഞ്ഞ കാര്യങ്ങളായിരുന്നു. മാലതി ചോദിച്ച കാര്യങ്ങൾ ഓരോന്നും സത്യഭാമയുടെ മനസ്സിനെ അലട്ടി. ശാലിനി സിവിൽ സർവീസ് എഴുതാൻ പോവുകയാണെന്നും അതുകൊണ്ട് കുട്ടികളൊന്നും വേണ്ട എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയായിരിക്കും എന്നൊക്കെ അവർ പറഞ്ഞതെല്ലാം സത്യഭാമയുടെ മനസ്സിലെ അങ്ങനെ അലട്ടുന്നു. അതോർത്തുകൊണ്ട് സത്യഭാമ അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാഘവൻ നായർ ചോദിച്ചത്, എന്താ ഭാമേ, എന്താ താൻ ആലോചിക്കുന്നത്? പെട്ടെന്ന് സത്യഭാമ പറഞ്ഞു, രാഘവേട്ടൻ അറിയില്ലേ ഞാൻ എന്താ ആലോചിച്ചതെന്ന്. അപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, ഭാമേ അതിന് നമുക്ക് പാറുക്കുട്ടി ഉണ്ടല്ലോ ഭാമേ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ മറുപടി പറയാനൊരുങ്ങുമ്പോഴേക്കും അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് വിഷ്ണു അവിടേക്ക് എത്തി. ഉടനെ അകത്തേക്ക് കയറി വന്ന വിഷ്ണു അമ്മയ്ക്കുള്ള മരുന്ന് എന്ന് പറഞ്ഞ് കയ്യിലിരുന്ന ഒരു പൊതിയെടുത്ത് സത്യഭാമയുടെ കയ്യിലേക്ക് കൊടുത്തതും ഇങ്ങനെ മൊബൈലും തോണ്ടി ഇരുന്നോ, ഉറങ്ങുമൊന്നും വേണ്ടല്ലേ എന്ന് രാഘവൻ നായരോട് ചോദിച്ചിട്ട് വിഷ്ണു വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അപ്പോഴേക്കും രാഘവൻ നായർ എടാ മോനെ എന്ന് പറഞ്ഞിട്ടും വിളി പോലും കേൾക്കാൻ നിൽക്കാതെ വിഷ്ണു അത് കയറി പോകുമ്പോൾ രാഘവൻ നായർ വീണ്ടും മൊബൈലിലേക്ക് തന്നെ നോക്കുന്നു. അപ്പോഴാണ് ശാലിനി റൂമിലുള്ള ബെഡ്ഷീറ്റും പില്ലോ കവറും ഒക്കെ മാറ്റി അങ്ങനെ വിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണു ആ മുല്ലപ്പൂവുമായിട്ട് അകത്തേക്ക് കയറി വന്നു. തന്റെ കയ്യിലിരുന്ന പൊതിയുമായിട്ട് വേഗം ശാലിനിക്ക് അരികിലേക്ക് എത്തിയിട്ട് ശാലിനി വിളിച്ചിട്ട് പറഞ്ഞു, അതെ താന്താ വേഗം ചെന്ന് ഇതാ ശ്യാമയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു. ഇത് കണ്ടതോടെ ശാലിനി വിഷ്ണുനോട് ചോദിച്ചു, ഇതെന്താ വിഷ്ണുവേട്ടാ, ഇതെന്തിനാ ഇപ്പൊ അവക്ക് കൊടുക്കുന്നത് എന്ന് ചോദിച്ചതും അതെ മുല്ലപ്പൂവാ എന്ന് വിഷ്ണു നാണത്തോടെ ശാലിനിയോട് പറഞ്ഞു. ശാലിനി ചോദിച്ചു, മുല്ലപ്പൂവോ? എന്താ അവൾക്കിപ്പം മുല്ലപ്പൂ വേണമെന്ന് അവൾ പറഞ്ഞോ എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, അങ്ങനെ പറഞ്ഞൊന്നുമില്ല, എന്തായാലും താനേ കൂടുതൽ ചോദ്യമൊന്നും ചോദിക്കണ്ട, വേഗം കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞാൽ കൊടുത്താൽ മതി എന്ന് വിഷ്ണു ശാലിനിയോട് വലിയ ഗൗരവത്തിൽ പറഞ്ഞതും ശാലിനി ചോദിച്ചു, ഈ രാത്രിയിൽ ഇനിയിപ്പോൾ അവർ കിടക്കാൻ പോലെ വിഷ്ണുട്ടാ, ഈ സമയത്ത് എന്തിനാ അവൾക്ക് ഈ മുല്ലപ്പൂവ് എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, അതെ താൻ കൂടുതലൊന്നും അപ്പൊ അറിയണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാൻ കൊടുക്കാൻ പറഞ്ഞ അങ്ങ് കൊടുത്താൽ മതി, അതങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു, അങ്ങനെ ഇപ്പൊ പറ്റത്തില്ല, എന്താ കാര്യം എന്ന് എനിക്കറിയണം, എന്നോട് പറഞ്ഞാൽ മാത്രമേ ഞാൻ കൊണ്ടുപോയി കൊടുക്കൂ എന്ന് ശാലിനി നിർബന്ധപൂർവ്വം വിഷ്ണുവിന്റെ അരികിൽ ചെന്നിരുന്നു. അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, ഓ ശരി എന്നാ ഞാൻ പറയാം എന്ന് പറഞ്ഞ് വിഷ്ണു പതുക്കെ ശാലിനിയുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നു. അത് കേട്ടതും ശാലിനി നാണത്തോടെ ഓ അതായിരുന്നോ എന്ന് വിഷ്ണുവിനോട് അന്വേഷിച്ചു. വിഷ്ണു ആകെ ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ശാലിനിയോട് വിഷ്ണു പറഞ്ഞു, അതേടോ ഈ മുല്ലപ്പൂ കൊണ്ടുള്ള പ്രയോജനം എന്താന്ന് ഇപ്പൊ മനസ്സിലായോ എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു, അതാണെങ്കിൽ ശരി ഞാൻ കൊടുക്കാം എന്ന് ശാലിനി വിഷ്ണുവിനോട് പറയുമ്പോൾ അവിടെ സത്യഭാമ ആകെ വിഷമത്തോടെ വീണ്ടും വെക്കുന്നു. രാഘവൻ നായർ പറഞ്ഞു, എടോ ഭാമേ താൻ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കാതെ, ഇവിടെ ഇപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, പാറുക്കുട്ടി ഇല്ലേ നമുക്ക് എന്ന് ചോദിച്ചതും സത്യഭാമ പറഞ്ഞു, പാറുക്കുട്ടി നമ്മുടെ കുഞ്ഞല്ലല്ലോ രാഘവേട്ടാ, നമുക്ക് സ്വന്തമായിട്ട് ഒരു പേരുക്കുട്ടി ഇല്ലല്ലോ, അതാ ഞാൻ ആലോചിച്ചത് എന്ന് പറഞ്ഞത്. ഉടനെ രാഘവൻ നായർ പറഞ്ഞു, ഭാമേ അതിന് ഭാമയ്ക്ക് ശാലിനി വാക്ക് വന്നില്ലേ പിന്നെ എന്താ എന്ന് ചോദിച്ചതും സത്യഭാമ പറഞ്ഞു, അതെ എനിക്ക് ആ വാക്കിലൊന്നും അങ്ങനെ വിശ്വാസമായിട്ടില്ല രാഘവേട്ട,
എന്തായാലും എനിക്കിപ്പോ നമ്മുടെ സ്വന്തം കുഞ്ഞെന്ന് പാറുക്കുട്ടിയെ പറയാനാവില്ല. പാറുക്കുട്ടി നമ്മുടെ പേരക്കുട്ടിയാണെങ്കിൽ പോലും സത്യത്തിൽ അവൾ നമുക്ക് അവകാശപ്പെട്ടതാണോ? ഓർത്തു നോക്കിക്കേ. ശാലിനിയും വിഷ്ണുവും സ്വന്തം അച്ഛനമ്മമാരെ പോലെ എത്രത്തോളം സ്നേഹിച്ചതാണ് പാറുക്കുട്ടിയെ. അവസാനം ആ പാറുക്കുട്ടിയെ വീണ്ടും വിഷ്ണുവിനും ശാലിനിക്കും പ്രീതിക്കും അർജുനുമായി തിരികെ നൽകേണ്ടി വന്നില്ലേ? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എത്ര സ്വന്തമാണെന്ന് ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്താൽ പോലും പലപ്പോഴും പലതും നമുക്ക് നഷ്ടമായേക്കും രാഘവേട്ട. അങ്ങനെ ഒന്ന് തന്നെയാണ് പാറുക്കുട്ടിയുടെ കാര്യവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സ്വന്തമെന്ന് പറയാൻ മറ്റാരും അവകാശപ്പെടാതിരിക്കാനായി ഒരു പേരക്കുട്ടി നമുക്ക് വേണമെന്ന് എന്ന് പറഞ്ഞത്. രാഘവൻ നായർ പറഞ്ഞു, മാമേ, താൻ ഇങ്ങനെ ഓരോന്നും കാട് കയറി ചിന്തിക്കാതെ. അപ്പോഴേക്കും വിഷ്ണുവിനോട് ശാലിനി ചോദിച്ചു, അല്ല വിഷ്ണുവേട്ടാ, ഇപ്പോ ഈ മുല്ലപ്പൂവും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഇത്ര വലിയ സംഭവം ഉണ്ടാവുന്നാണോ വിഷ്ണുവേട്ടൻ പറയുന്നത്? അവരുടെ പിണക്കം മാറുമെന്ന്. ഞാനിത് എന്ത് പറഞ്ഞുകൊണ്ടാ ഇനിയിപ്പോ സ്വാമിയുടെ കയ്യിലേക്ക് കൊടുക്കുക എന്ന് ചോദിച്ചത്. വിഷ്ണു പറഞ്ഞു, ഓ എടോ, ഇതിന് അതിന് മാത്രം സമയമൊന്നും ഇല്ലല്ലോ. ഈ മുല്ലപ്പൂ ഒന്നുകൊണ്ട് അങ്ങ് കൊടുത്താൽ പോരെ, അതിന് താൻ വിചാരിച്ച എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പറ്റും എന്ന് പറഞ്ഞത്. ശാലിനി പറഞ്ഞു, അതെ, അങ്ങനെ അങ്ങ് രക്ഷപ്പെട്ടു പോകാൻ വരട്ടെ. ഇത് എന്ത് പറഞ്ഞ് ഞാൻ കൊടുക്കും, അതൊന്ന് പറഞ്ഞേ, അതിനെനിക്കൊരു പോംവഴി പറഞ്ഞതാ എന്ന് പറഞ്ഞത്. വിഷ്ണു പറഞ്ഞു, എടോ, താൻ വിചാരിച്ച കാര്യം നടക്കൂടോ. അല്ല, ഇതൊന്ന് സംഘടിപ്പിച്ചെടുത്തോണ്ട് വരാൻ ഞാൻ എന്ത് പാടുപെട്ടെന്നറിയാവോ? മുല്ലപ്പ് സംഘടിപ്പിക്കാൻ പെട്ട പാടെ എനിക്കേ അറിയുള്ളൂ. അല്ലാതെ താൻ എഴുതാൻ പോയ പോലെ IASന്റെ അത്ര വലിയ ടെൻഷനൊന്നും ഇതിനല്ലോ. അല്ല, ഈ നിസ്സാര കാര്യത്തിന് തനിക്കൊരു പരിഹാരം കാണാൻ പറ്റില്ലെങ്കിലാണോ ഈ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിന് തനിക്ക് എന്തെങ്കിലും വലിയ കാര്യം ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ വിഷ്ണു ചോദിച്ചിരുന്നു. ശാലിനി പറഞ്ഞു, ഓ, രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിന് ഇതൊക്കെ വേണമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അല്ല, ഈ മുല്ലപ്പൂ സംഘടിപ്പിക്കാൻ അതിന് മാത്രം എന്ത് പ്രശ്നമാണ് ഉള്ളത്? മുല്ലപ്പൂ അങ്ങനെ സുലഭമല്ലാത്ത കാര്യമൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞത്. വിഷ്ണു പറഞ്ഞു, മുല്ലപ്പൂ അങ്ങനെയല്ല, പക്ഷെ മറ്റു കാര്യങ്ങളോ എന്ന് ചോദിച്ചതും, വേറെന്ത് കാര്യ എന്ന് വിഷ്ണുവിനോട് ശാലിനി അന്വേഷിച്ചു. ഓ, അതൊക്കെയുണ്ട്. അതൊന്നും താൻ അറിയാത്ത മറ്റു പല കാര്യങ്ങളും ഉണ്ട് ഇവിടെ. അതൊന്നും താൻ ഇപ്പൊ അറിയണ്ട എന്ന് പറഞ്ഞു. ശാലിനി ചോദിച്ചു, അതെന്താ ഞാൻ അറിയാൻ പാടില്ലാത്തത്? എന്തായാലും എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞ് ശാലിനി വീണ്ടും വിഷ്ണുവിന്റെ പിന്നാലെ കൂടി. അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, എടോ, ഞാൻ തന്നോട് ചോദിച്ചു തനിക്ക് ചെയ്യാൻ പറ്റുമോ? ഇതൊന്ന് കൊണ്ടുപോയി ആ ശ്യാമിക്ക് കൊടുക്കാൻ പറ്റുമോ? എടോ, ഇത് അവരുടെ മാത്രമല്ല, നമ്മുടെ മൊത്തത്തിൽ എല്ലാവരുടെയും സമാധാനത്തിന് വേണ്ടിയാ. എന്താ, അത് പറ്റുമോ എന്ന് ചോദിച്ചത്. ശാലിനി പറഞ്ഞു, ഓ, അങ്ങനെയാണെങ്കിൽ ശരി, ഞാൻ കൊണ്ടുപോയി കൊടുത്തേക്കാവേ എന്ന് പറഞ്ഞതും വിഷ്ണു വേഗം വെള്ളം കുടിക്കാനായി ഒരുങ്ങി. അപ്പോ ജഗ്ഗിലെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ശാലിനി പതുക്കെ ആ കവർ തുറന്ന് നോക്കുമ്പോഴാണ് അതിൽ സത്യഭാമയ്ക്ക് വാങ്ങിച്ച മരുന്നുകൾ ഇരിക്കുന്നത് കണ്ടത്. ആ മരുന്നിന്റെ 2 കവർ കണ്ടതോടെ ശാലിനി അത് കയ്യിലെടുത്തിട്ട് ചോദിച്ചു, ആ, ഇതാണോ ശ്യാമയുടെ തലയിൽ ചൂടാനുള്ള മുല്ലപ്പൂ എന്ന് ചോദിച്ചിട്ടും വിഷ്ണു അത് നോക്കാതെ വെള്ളം കുടിക്കുന്നതിനിടയിൽ പറഞ്ഞു, ആ, അതെ, താനത് തലയിൽ ചൂടി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞതും ശാലിനി ഭയങ്കര ചിരിയായി. അതെ, ഇതാണോ തലയിൽ വെച്ച് കൊടുക്കേണ്ടത്? ഈ മുല്ലപ്പൂ ആണോ തലയിൽ വെക്കേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് ആ ടാബ്ലറ്റും കൈ പിടിച്ച് വിഷ്ണുവിനെ കാണിച്ചതും വിഷ്ണു ആകെ ഞെട്ടി. ദൈവമേ, ഇതെങ്ങനെയാ മരുന്നായി മാറിയത്? മുല്ലപ്പൂ ഇത്രയോടൊന്ന് മരുന്നായോ എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു, ആ, എനിക്കറിഞ്ഞൂടാ, എന്തായാലും ഇതിനകത്ത് മുല്ലപ്പൂവായിട്ട് ഇതാ ഇരുന്നത് എന്ന് പറഞ്ഞതും വിഷ്ണു വേഗം അത് കയ്യിലെടുത്തിട്ട് ആലോചിച്ചു. ദൈവമേ, അപ്പൊ 2 പാക്കറ്റിലും മുല്ലപ്പൂവോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അപ്പോഴാണ് വിഷ്ണു താൻ കൊണ്ടുപോയി സത്യാമ്മയുടെ കൊടുത്തത് മുല്ലപ്പൂവാണെന്ന് മനസ്സിലാക്കിയത്. പെട്ടെന്ന് വിഷ്ണു ആലോചിച്ചു, ദൈവമേ, അപ്പോ ഞാൻ കൊടുത്തത് മാറിപ്പോയല്ലോ എന്റെ ഈശ്വര. അപ്പോ എന്റെ അച്ഛൻ അത് തുറന്നാൽ അത് തീർന്നു, ഇന്ന് എന്റെ അച്ഛന്റെ കാര്യം പോക്കാ എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു വേഗം ആ ഷാനിയുടെ കയ്യിലിരുന്ന ടാബ്ലറ്റ് പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് ആ കവറുമായി വിഷ്ണു ഓടുന്നു. എന്താ വിഷ്ണുവേട്ടാ, എന്താ പ്രശ്നം എന്ന് ചോദിച്ചതും, അതെ, അമ്മയുടെ കയ്യിലാണ് മുല്ലപ്പൂ ഇരിക്കുന്നത്. അതെ, അത് ശരിയാവില്ല എന്ന് പറഞ്ഞ് വിഷ്ണു ഓടുമ്പോഴേക്കും വേഗം ശാലിനി ചോദിച്ചു, വിഷ്ണുവേട്ടാ, വിഷ്ണുവിന് എന്താ ഈ പറയുന്നത്? സത്യാമ്മയുടെ കയ്യിൽ മുല്ലപ്പൂ ഇരുന്നാൽ അതെന്താ ഇത്ര പ്രശ്നം? സത്യാമ്മ മുല്ലപ്പൂ കണ്ടാൽ എന്താ കുഴപ്പം എന്നൊക്കെ ശാലിനി ആലോചനയോടെ നിൽക്കുമ്പോൾ വിഷ്ണു വേഗം ആ മുല്ലപ്പൂവുമായി ഓടുന്നു. ഈ സമയത്ത് രാഘവൻ നായരുടെ സത്യഭാമ പറഞ്ഞു, അതെ, ശാലിനി തന്ന വാക്കൊന്നും എനിക്കത്ര വിശ്വസിക്കാൻ കഴിയുന്നതല്ല. എന്റെ ചുറ്റും ഒരു നിഴലാട്ടമുണ്ടോ എന്നൊരു സംശയം എന്ന് പറഞ്ഞതും ശാലിനിയുടെ കുറിച്ചുള്ള സത്യഭാമയുടെ ആ സംശയം കേട്ട് രാഘവൻ നായർ പറഞ്ഞു, എന്റെ ഭാമയെ ഇങ്ങനെയൊക്കെ സംശയിക്കാൻ തുടങ്ങിയാൽ എങ്ങനെയാ എന്റെ ഭാമയെ എന്ന് ചോദിച്ചതും സത്യഭാമ പറഞ്ഞു, രാഘവേട്ടന് അറിയത്തില്ല എന്റെ വിഷമം എന്താണെന്ന്. രാഘവേട്ടന് അക്കാര്യം മനസ്സിലാക്കാനും കഴിയുന്നില്ല, അതാണ് സത്യം എന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ താൻ എന്താണ് ഇങ്ങനെയൊക്കെ സംശയപ്പെടുന്നത് എന്ന് പറഞ്ഞു. അതിന് കാരണമുണ്ട് രാഘവേട്ട, ഞാൻ പറയാം എന്ന് പറഞ്ഞ് സത്യഭാമ പറയാൻ തുടങ്ങുമ്പോഴേക്കും വിഷ്ണു വാതുക്കളേക്ക് ഓടിയെത്തി അച്ഛാ എന്ന് നിലവിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. സത്യഭാമയും രാഘവൻ നായരും പിന്നിലേക്ക് നോക്കുന്നു. എന്താടാ, എന്താ നീ ഇങ്ങനെ ബഹളം വയ്ക്കുന്നത് എന്ന് സത്യഭാമ ചോദിച്ചതും, അല്ല, അച്ഛനും അമ്മയും കിടന്നില്ലേ എന്ന് ചോദിച്ചപ്പോ ഉടനെ സത്യഭാമ ചോദിച്ചു, അത് ചോദിക്കാനാണോ നീ ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ട് വന്നത്? അല്ല, അച്ഛനമ്മയ്ക്ക് സുഖമാണോ എന്ന് വിഷ്ണു വേഗം അകത്തേക്ക് കയറുമെന്ന് ചമ്മലോടെ ചോദിച്ചു. അല്ല, നീ ഇപ്പോഴാണ് ഞങ്ങളുടെ സുഖവിവരം ചോദിക്കുന്നത്? ഇപ്പൊ നീ ഇവിടെ വന്നിട്ട് അങ്ങ് പോയതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചതും, അല്ല, ഒരു ദിവസം ഒന്നുകൂടി ചോദിച്ചാ എന്താ, എത്ര വലിയ പ്രശ്നമുണ്ടോ എന്ന്
വിഷ്ണു വീണ്ടും സത്യഭാമയോട് ചോദിച്ചു. ഏയ് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് സത്യഭാമ വിഷ്ണുവിനെ നോക്കുമ്പോൾ വിഷ്ണുവിന്റെ മൊത്തത്തിലുള്ള ആ പരുങ്ങല് കണ്ട് രാഘവൻ നായർ ചോദിച്ചു. എന്താടാ, എന്താ പ്രശ്നം? നിനക്കാകെ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ എന്ന് രാഘവൻ നായർ ചോദിച്ചതും വിഷ്ണു പറഞ്ഞു. ഏയ് ഒന്നുമില്ല ഒന്നുമില്ല അച്ഛാ എന്ന് പറഞ്ഞ് വിഷ്ണു ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു. അപ്പോഴേക്കും സത്യഭാമ മരുന്നെടുക്കാനായി തുടങ്ങുമ്പോൾ വിഷ്ണു ചോദിച്ചു. അല്ല മേം, അച്ഛനും അമ്മയും ഭക്ഷണം കഴിച്ചോ എന്ന് വിഷ്ണു വീണ്ടും ചോദിച്ചു. അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു. ഇല്ല, എനിക്ക് മരുന്ന് കഴിച്ചിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ എന്ന് സത്യഭാമ പറഞ്ഞത് കേട്ടതും വേഗം മരുന്നെടുക്കാനായി സത്യഭാമ കവറിൽ ചാടി പിടിച്ചതും അയ്യോ അമ്മ അരുത് എന്ന് പറഞ്ഞ് വിഷ്ണു ബഹളം ഉണ്ടാക്കി. ഉടനെ രാഘവൻ നായരും സത്യഭാമയും ചോദിച്ചു. എന്താടാ, എന്താ നിനക്ക് പ്രശ്നം? അപ്പോഴേക്കും വിഷ്ണു ആകെ ടെൻഷനിലായി. വിഷ്ണു എന്നിങ്ങനെ പറയും, എന്ത് പറയുന്ന ആലോചിച്ച് ആകെ അങ്ങനെ ടെൻഷൻ അടിച്ചെന്നത് രാഘവൻ നായർ ചോദിച്ചു. എന്താടാ, എന്താ നിന്റെ പ്രശ്നം? ഉടനെ വിഷ്ണു പറഞ്ഞു. എന്നാലേ ഞാൻ ഒരു സത്യം പറയാം. ആ കവറിലെ മരുന്നില്ല, ദാ മരുന്ന് ഇതിലാണ് എന്ന് പറഞ്ഞ് തന്റെ കയ്യിലിരുന്ന കവറ് വിഷ്ണു സത്യാമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. സത്യാമ്മ ഓ അതാണോ എന്ന് പറഞ്ഞ് ആ കവർ വാങ്ങിച്ചതും സത്യാമ്മയുടെ കയ്യിലിരുന്ന കവർ എടുക്കാനായി വിഷ്ണു ഒരുങ്ങുമ്പോഴേക്കും സത്യഭാമ ചോദിച്ചു. അപ്പൊ പിന്നെ ഇതിലെന്താടാ? അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു. അത് പിന്നമ്മേ അതിങ്ങ് തന്നേക്ക് എന്ന് പറഞ്ഞ് വിഷ്ണു അത് വാങ്ങിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും സത്യഭാമ പറഞ്ഞു. എന്നാലേ ഞാനത് നോക്കട്ടെ എന്ന് പറഞ്ഞ് സത്യഭാമ വേഗം ആ കവർ തുറക്കാനായി ഒരുങ്ങുമ്പോഴേക്കും വിഷ്ണു അയ്യോ അമ്മേ അത് വേണ്ട, അത് ശരിയാവില്ല എന്ന് പറഞ്ഞ് ആകെ ചമ്മലോടെ തലയും ചൊറിഞ്ഞുകൊണ്ട് സത്യഭാമയുടെയും രാഘവൻ നായരുടെയും മുന്നിൽ നിൽക്കുന്നു.